ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോഡോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL 2025 എലിമിനേറ്റർ മത്സരത്തിൽ സാക്ഷാൽ മുംബൈ ഇന്ത്യൻസും അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടുന്നു. തോൽക്കുന്ന ടീമിനെ പുറത്തേക്ക് പോകാൻ, ജയിക്കുന്ന ടീമിന് രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടാം. ഡു ഓർ ഡൈ മാച്ച് തന്നെയാണ്. അതാണ് എലിമിനേറ്ററുടെ പ്രത്യേകതയും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ ഏത് ടീമിനാണ് സപ്പോർട്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും മുംബൈ ഇന്ത്യൻസിനായിരിക്കും സപ്പോർട്ട് കൂടുതൽ നമുക്കറിയാം. എന്നാലും ഗുജറാത്ത് ടൈറ്റൻസിനും ഫാൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ഉണ്ടോ എന്ന് നമുക്കറിയാലോ. എന്തായാലും മുംബൈ ഇന്ത്യൻസിനാണ് കളത്തിന് പുറത്ത് കാണികളുടെ ആരാധകരുടെയൊക്കെ എണ്ണത്തിൽ മുൻതൂക്കെങ്കിലും കളത്തിൽ ഗുജറാത്തിനാണ് നിലവിൽ മേൽക്കൈ. കാരണം ഇതുവരെ ഏറ്റുമുട്ടിയ 7 മത്സരങ്ങളിൽ 5 എണ്ണം ഗുജറാത്താണ് ജയിച്ചേക്കുന്നത്. 2 എണ്ണം മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവസാനമായിട്ട് ഈ സീസണിൽ ഏറ്റുമുട്ടിയപ്പോഴും വിജയം ഗുജറാത്തിൻ്റെ ഒപ്പമാണെന്നത്. പക്ഷേ കണക്കുകളിൽ യാതൊരു കാര്യമില്ല. മുലാൻപൂർ ഗ്രൗണ്ടിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്കാണ് വിജയിക്കാനുള്ള സാധ്യത കൂടുതലും. ഗുജറാത്ത് ടൈറ്റൻസിനാവട്ടെ ഫസ്റ്റ് ബാറ്റിങ്ങിൽ ഭയങ്കര മേൽക്കൈയാണുള്ളത്. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം തന്നെയായിരിക്കും ജയിക്കാൻ സാധ്യത കൂടുതലും. അങ്ങനെ നോക്കിയാലും ഗുജറാത്ത് ടൈറ്റൻസിനാണ് അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു പ്ലെയറുടെ കുറവ് ആ ടീമിനെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, സാക്ഷാൽ ജോസ് ബട്ട്ലർ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള പര്യടനത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് ടീമിൻ്റെ ഒപ്പം പോയിരിക്കുകയാണ്. അപ്പം നിലവിൽ ജോസ് ബട്ട്ലർ എന്ന് പറയുന്ന ആ ഒരു ട്രംപ് കാർഡ് ഇല്ലാതെയാണ് പ്ലേ ഓഫിനായിട്ട് ഗുജറാത്ത് ഇറങ്ങുന്നത്. അത് വലിയൊരു അടി തന്നെയാണ് ഗുജറാത്തിന്. നമ്മൾ ഈ സീസൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 500 റൺസ് പിന്നിട്ട 3 പ്ലേയേഴ്സ് മറ്റൊരു ടീമിനും ഇല്ല. ഗുജറാത്തിന് മാത്രമാണ് അതുള്ളൂ. സായ് സുദർശനും ഗില്ലും അതുപോലെ തന്നെ ജോസ് ബട്ട്ലറും. ഈ 3 പേരും ഓപ്പണിങ്ങിൽ അല്ലെങ്കിൽ ആ ടോപ്പ് ഓർഡറിൽ നൽകുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ബാക്കി ബാറ്റ്സ്മാൻമാരും കാര്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. അവരുടെ ഒരു ഹിറ്റർ അല്ലെങ്കിൽ ഫിനിഷർ റോളിൽ കളിക്കുന്ന തെവാത്തിയ 2 കളി ഡക്കായിട്ടാണ് പോയേക്കുന്നത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഡക്കുള്ള ബാറ്റ്സ്മാൻ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് പോലും ഈ സീസണിൽ വന്നിട്ടില്ല. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ടോപ്പ് ഓർഡറിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. ഈ സീസണിൽ അത്രയും കൺസിസ്റ്റൻസിയോടുകൂടിയാണ് ആ ടോപ്പ് 3 കളിക്കുന്നത്. ആ ടോപ്പ് 3യിൽ ജോസ് ബട്ട്ലർ ഇല്ലാതെയാണ് പ്ലേ ഓഫിനായിട്ട് ഗുജറാത്ത് ഇറങ്ങുന്നത്. പകരം കുശാൽ മെൻഡിസാണ് ടീമിലുണ്ടാവുക. റുദർഫോർഡും ഷാറൂഖ് ഖാനും അതുപോലെ തന്നെ റഷീദ് ഖാനും തെവാത്തിയും ഒരുപക്ഷെ അനുജ് റാവത്തും സ്ക്വാഡിലുണ്ടാവും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ. എന്തായാലും ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും ജോസ് ബട്ട്ലർ പകരമില്ല. കുശൽ പെരേരയുടെ T20 സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 132ആണ്. അതുപോലെ ആവറേജ് 25. ഈ ഒരു സ്റ്റാറ്റ്സുള്ള പ്ലെയർ ഒരിക്കലും ജോസ് ബട്ട്ലറിന് പകരമാവില്ല. ഒരുപക്ഷെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയേക്കാം. എന്നാൽ പോലും നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് ജോസ് ബട്ട്ലറിന് ഒരിക്കലും പകരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബാറ്റിങ്ങിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സായ് സുദർശനും ഗില്ലും തന്നെയായിരിക്കും അവരുടെ ഏറ്റവും വലിയൊരു കുന്തമന. ഈ 2 പേരിൽ ആരെങ്കിലും ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഗുജറാത്ത് ചീട്ടുകൊട്ടാനം പോലെ തകരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ അത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ വിക്കറ്റ് പോവാതിരിക്കാൻ തന്നെയായിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. തങ്ങളുടെ ആരുടെയെങ്കിലും ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ടീമിനുണ്ടാകുന്ന ആഘാതം വളരെ വലുതാവുന്നവർക്കറിയാം. എന്തായാലും മുംബൈയുടെ ലക്ഷ്യം ആ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പൊളിക്കുക എന്ന് തന്നെയായിരിക്കും. ഷാറൂഖ് ഖാൻ ആയാലും റുദർഫോർഡ് ആയാലും നല്ല ടാലൻ്റുള്ള ബാറ്റ്സ്മാൻമാരാണ്. നിലവിൽ ഷാറൂഖ് ഖാൻ 50 ഒക്കെ അടിച്ച് അത്യാവശ്യം ഫോമിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും മുംബൈയുടെ ബോളിങ്ങിനെതിരെ എത്രമാത്രം അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം അത്രയും ക്വാളിറ്റി ബോളിംഗ് അവകാശപ്പെടുന്ന ടീമാണ് മുംബൈ. എന്തായാലും ഇന്നത്തെ ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് അല്ലെങ്കിൽ മുംബൈയുടെ ബോളിംഗ് ഇവർ തമ്മിലുള്ള ഒരു മത്സരം തന്നെയായിരിക്കും ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ നോക്കിക്കാണുന്നത്. എന്തായാലും ഗുജറാത്തിന് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുമ്പോൾ അത്ര അങ്ങോട്ട് ടെൻഷൻ അടിക്കാനല്ല. സംഭവം കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്കെതിരെ അത്യാവശ്യം നല്ല രീതിക്ക് അടി കിട്ടിയെങ്കിൽ പോലും ബോളേഴ്സ് എല്ലാവരും തിരക്കുള്ളത് ഫോമിലുണ്ട്. റഷീദ് ഖാനാണ് കുറച്ചെങ്കിലും ഈ സീസണിൽ ഒരു മോശം ഫോമിൽ പന്തെറിയുന്നത്. എന്തായാലും ഇന്നും റഷീദ് ഖാൻ അതുപോലെ സായ് കിഷോറുള്ള ഒരു 11 തന്നെ ഇറക്കാനായിരിക്കും ഗുജറാത്ത് ട്രൈ ചെയ്യുന്നുണ്ടാവുക. പ്രസിദ്ധ് കൃഷ്ണയുടെ മിന്നൽ ഫോം തന്നെയാണ് അവർക്ക് ഈ സീസണിൽ ഏറ്റവും കരുത്ത് വരുന്നത്. സായ് സുദർശൻ ഓറഞ്ച് ക്യാപ്പായിട്ട് നിൽക്കുമ്പോൾ പർപ്പിൾ ക്യാപ്പിൽ 2ാം സ്ഥാനത്ത്, അത് ഒരു വിക്കറ്റ് മാത്രം പിറകിലാണ് പ്രസിദ്ധ് കൃഷ്ണ. അതുപോലെ സിറാജ് അത്യാവശ്യം നല്ല രീതിക്ക് വിക്കറ്റ് എടുക്കുന്നുണ്ട്. അർഷദ് ഖാനും ബോളിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഗുജറാത്തിന്. എന്നാൽ പോലും മുംബൈയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോളിംഗ് അല്പം വീക്കാന്ന് തന്നെ പറയേണ്ടി വരും. മറുഭാഗത്ത് മുംബൈക്കുള്ളൊരു ആഘാതമാണ് ഓപ്പണിംഗ് റോളിൽ നല്ല കൺസിസ്റ്റൻസിയോട് കളിക്കുന്ന റയാൻ റിക്കൽട്ടൺ സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഒപ്പം ചേർന്നത്. അതുകൊണ്ട് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ജോണി ബെയർസ്റ്റോ ആണ് വരുന്നത്. ജോണി ബെയർസ്റ്റോ നമുക്കറിയാം IPL 2 സെഞ്ചുറി സ്വന്തം പേരിലുള്ളൊരു താരമാണ്. IPL ഒരുപാട് മികച്ച ഇന്നിങ്സുകളുള്ള മികച്ച റെക്കോർഡുകളുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ ഫോമും കൺസിസ്റ്റൻസി ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേലം വിളിച്ചിട്ടില്ല ഒരു ടീമും. അതുകൊണ്ട് തന്നെ പകരക്കാരനായിട്ട് ഇത്തവണ റിക്കൾട്ടൻ്റെ പകരം അദ്ദേഹം ടീമിലെത്തിയേക്കാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ലെവലിലുണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പാണ്. രോഹിത് ശർമ്മയുടെ അപ്പം അദ്ദേഹം തന്നെയായിരിക്കും ഓപ്പണിംഗ് ഇറങ്ങുന്നുണ്ടാവുക. ഫോം ആയിക്കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഫോറിൻ ബാറ്റ്സ്മാനാണ് ജോണി ബെയർസ്റ്റോ. പക്ഷേ ഫോം ആവാൻ എത്ര സമയം പിടിക്കും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫോമിനെ ആശ്രയിച്ചിരിക്കുന്നത് അവർ ആ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് വരുന്നത്. യൂഷ്വലി രോഹിത് അത്ര ടച്ചിലല്ലാത്തത് കൊണ്ട് ജോണി ബെയർസ്റ്റോയ്ക്ക് കുറച്ചുകൂടി പ്രഷർ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ വിൽ ജാക്സിൻ്റെ പ്രസൻസ് ഒന്നും കാണില്ല. പകരം ഒരു പക്ഷേ അസ്ലങ്കേനെ ട്രൈ ചെയ്യുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആവുമോ എന്ന് നമുക്ക് ഉറപ്പില്ല.
എന്തായാലും അവിടെയും ഒരു 100% നമുക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതും മുംബൈ ഇന്ത്യൻസിന് ചെറിയൊരു അടി തന്നെയാണ്. കാരണം ഒരു പാർട്ട് ടൈം സ്പിന്നർ എന്ന രീതിയിൽ വിൽ ജാക്സ് അത്യാവശ്യം എഫക്റ്റീവ് ആയിരുന്നു ഈ സീസൺ. അപ്പോൾ വിൽ ജാക്സിൻ്റെ ഒരു സേവനം അത് ബാറ്റിങ്ങിൽ കാര്യമായിട്ട് അവർ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ബോളിങ്ങിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ഒരു പ്രത്യേകിച്ച് ചേഞ്ചും കാര്യങ്ങളൊന്നും മുംബൈയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബാറ്റിങ്ങിലെ പിഴവ് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈനെ തോൽവിയിലേക്ക് നയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. സൂര്യകുമാർ യാദവ് ഒഴിച്ച് ബാക്കി ഒരു ബാറ്റ്സ്മാൻമാരും ഒരു കൺസിസ്റ്റൻസി കാണിക്കുന്നില്ല എന്നുള്ളത് വൻ തലവേദന തന്നെയാണ്. ഹിറ്ററായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ സീസണിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ഫാസ്റ്റസ്റ്റ് 50 പേരിലുണ്ടാകുന്ന ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അതുപോലെ തിലക് വർമ്മയുടെ മോശം ഫോം, രോഹിത് ശർമ്മയുടെ മോശം ഫോം, വിൽ ജാക്സിൻ്റെ മോശം ഫോം, നമംദീറും റിക്കൾട്ടനും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവും ഈ 3 പേരും മാത്രമാണ് അല്പമെങ്കിലും കൺസിസ്റ്റൻസി ആ ടീമിൽ കാണിക്കുന്നത്. അതിൽ റിക്കൾട്ടനാണ് ടീമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. എന്തായാലും ബാറ്റിംഗ് തന്നെയായിരിക്കും മുംബൈ ഇന്ത്യൻസിൻ്റെ തലവേദന. ബോളിങ്ങിലോട്ട് വരുമ്പോൾ കാര്യമായിട്ട് പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. സ്പിൻ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പേസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും നല്ല സ്ട്രോങ് തന്നെയാണ്. ബോൾട്ട് അത്യാവശ്യം റൺസ് വഴങ്ങുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ബുംറയെ ഇതുവരെ ഈ സീസണിൽ ആർക്കും കാര്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ബുംറ അത്യാവശ്യം ഗംഭീര ഫോമിൽ തന്നെയാണ് ഈ സീസൺ കളിച്ചു പോകുന്നത്. അപ്പോൾ ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് ഈ ഒരു ബോളിംഗ് ലൈനപ്പിനെതിരെ എങ്ങനെ കളിക്കുമോ എന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കി കാണാവുന്നതാണ്. എന്തായാലും ഓൺ പേപ്പറിൽ നിലവിൽ ഒരു സാധ്യത ഞാൻ കൽപ്പിക്കുന്നത് മുംബൈക്ക് തന്നെയാണ്. ജോസ് ബട്ട്ലറിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഗുജറാത്തിനെ ഞാൻ കൽപ്പിച്ചു കൊടുത്തേനെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് മുംബൈക്കാണ് ഈ മത്സരം സാധ്യത കൂടുതൽ. എന്തായാലും എലിമിനേറ്ററാണ്, തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താവും. മുൻപ് ക്വാളിഫയർ 2-ൽ മുംബൈയും ഗുജറാത്തും കൂടി ഏറ്റുമുട്ടിയ ആ ഒരു മത്സരം ആരും അങ്ങനെ മറക്കാൻ ചാൻസ് ഇല്ല. അന്ന് ഗില്ലിൻ്റെ ഒരു സംഹാര താണ്ഡവം നമ്മൾ കണ്ടതായിരുന്നു. എന്തായാലും അതിൻ്റെ റിപ്പീറ്റേഷൻ ആവുമോ അല്ലെങ്കിൽ മുംബൈ അതിൻ്റെ ഒരു പകരം ചോദിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം. എന്തായാലും ഹെഡ് ടു ഹെഡിനും അല്ലെങ്കിൽ ഇതുവരെ നേർക്ക് കയറുന്ന മത്സരം ഈ സീസണിലെ മുൻപത്തെ മത്സരത്തിനൊന്നും ഇവിടെ യാതൊരു ചാൻസും ഇല്ല. അതിൻ്റെ റിസൾട്ടുകൾക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. ഇതൊരു പുതിയ മത്സരമായിട്ട് തന്നെയാണ് 2 ടീം എടുക്കുന്നുണ്ടാവുക. 2 ടീമുകൾ ഒരു തോൽവിക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ ആ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് അത് റെക്ടിഫൈ ചെയ്ത് ഇന്നത്തെ മത്സരം ജയിക്കാൻ വേണ്ടി 100% പുറത്തെടുക്കുക തന്നെ ഉണ്ടാവും 2 ടീമും. അപ്പോൾ എന്തായാലും ഏത് ടീം ജയിക്കും തോൽക്കുക എന്നൊക്കെ നമുക്ക് എന്തായാലും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എന്തായാലും അറിയാൻ പറ്റും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പ്രഡിക്ഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിൻ്റെ പേര് ഇടുക. എന്തായാലും നമുക്ക് മത്സരത്തിൻ്റെ ശേഷം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും നിങ്ങളുടെ തരം സപ്പോർട്ടിനും കാര്യങ്ങളൊക്കെ വലിയൊരു നന്ദി. അപ്പോൾ ഇനി ഇത് തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തരിക. എന്തായാലും എനിവേ താങ്ക് യു.